സദ്ഗുരുവേ ശരണം. ദേവസങ്കല്പവും ഗുരുസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം അതിഗഹനമായ ഒരു ആത്മീയ വിഷയമാണ്. ഇന്നത്തെ സംഭാഷണത്തിൽ ഓരോരുത്തരുടെയും കർമ്മവും ധർമ്മവും കർമ്മഫലപ്രാപ്തിയും ജീവനിൽ കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളുമാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, എന്തുകൊണ്ട് അങ്ങ് ഓരോ ശിഷ്യനോടും ഓരോ വിധം കർമ്മമാർഗം ഉപദേശിച്ചു നൽകുന്നു? ഒരുവൻ അഹിംസ, മറ്റൊരുവന് ശത്രുനിഗ്രഹം. ഒരുവനോട് ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ പറയുമ്പോൾ മറ്റൊരുവനെ യുദ്ധമുഖത്തേക്കാണ് അങ്ങ് അയക്കുന്നത്. ഇതിൻ്റെ രഹസ്യമെന്താണ്? കൃഷ്ണൻ അർജുനനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാറ്റിൽ ഒരു വശത്തേക്ക് ചെരിയുന്ന ചെടിയെ നോക്കി പറഞ്ഞു, ഈ ചെടിയെ നേരെയാക്ക്. അർജുനൻ ചെടി വളരെ സൂക്ഷ്മതയോടെ നിവർത്തി. കൃഷ്ണൻ ഭീമനെ വിളിച്ചു, ഭീമ, ഈ ചെടി നേരെയാക്ക്. ഭീമൻ ഒന്ന് പിടിച്ചതും ചെടി രണ്ടായി ഒടിഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഈ ചെടിയുടെ സ്വഭാവം ഒന്ന് തന്നെയായിരുന്നു. അതിനെ നിവർത്താൻ നീ സൂക്ഷ്മത കാണിച്ചപ്പോൾ ഭീമസേനൻ ശക്തിയാണ് പ്രയോഗിച്ചത്. രണ്ടുപേരും രണ്ട് തരത്തിലാണ് ഒരേ കാര്യത്തെ നിവർത്തിക്കുന്നത്. ഓരോ ജീവിക്കും ഓരോ സ്വഭാവധർമ്മവും കർമ്മശേഷിത്വവുമുണ്ട്. അതിനനുസരിച്ചാണ് ഗുരുക്കന്മാർ ഉപദേശം നൽകുന്നത്. ഭീമൻ്റേത് ശക്തിയും നിൻ്റേത് സൂക്ഷ്മതയുമാണ്. യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ്. നകുലനും സഹദേവനും ശാന്തരും സേവ മനസ്കരുമാണ്. ഒരാളുടെ ധർമ്മം മറ്റൊരാൾക്ക് വഴിയാവാത്തതിനാൽ കർമ്മോപദേശം ഒരുപോലെ ആകില്ല. ആത്മധർമ്മമനുസരിച്ചുള്ള രഹസ്യ പാഠമാണ് അത്. മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന വിശദീകരിക്കാനാവാത്തതുമെന്നാൽ വ്യക്തവുമായ അസമത്വം കണ്ട ആശയക്കുഴപ്പത്തിലായ ഒരു യുവ സത്യാന്വേഷകൻ ഒരിക്കൽ ഗൗതമ ബുദ്ധനെ സമീപിച്ചു. ഗുരു, മനുഷ്യവർഗത്തിൽ ഹ്രസ്വായുസുള്ളവരെയും ദീർഘായുസുള്ളവരെയും ആരോഗ്യമുള്ളവരെയും രോഗികളെയും വിരൂപരെയും സുന്ദരന്മാരെയും സ്വാധീനമില്ലാത്തവരെയും ശക്തരെയും ദരിദ്രരെയും സമ്പന്നരെയും താഴ്ന്നവരെയും ഉയർന്നവരെയും അജ്ഞരെയും ജ്ഞാനികളെയും നാം കാണുന്നതിൻ്റെ കാരണമെന്താണ്? എന്താണ് പ്രകൃതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു വിവേചനത്തിന് കാരണം? ബുദ്ധൻ പറഞ്ഞു, എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ കർമ്മങ്ങളുണ്ട്. അവയുടെ പാരമ്പര്യം, അവയുടെ ജന്മനായുള്ള കാരണം. കർമ്മമാണ് ജീവികളെ താഴ്ത്തുന്നതും ഉയർന്നതുമായ അവസ്ഥയിൽ വേർതിരിക്കുന്നത്. കർമ്മസിദ്ധാന്തം ബുദ്ധന് മുമ്പും ഇന്ത്യയിൽ പ്രബലമായിരുന്നെങ്കിലും പൂർണ്ണ രൂപത്തിൽ വിശദീകരിച്ചതും രൂപപ്പെടുത്തിയതും ബുദ്ധനാണ്. മനുഷ്യവംശത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിന് കാരണമെന്താണ്? ഒരാളെ ആഡംബരത്തിൽ വളർത്തുകയും മികച്ച മാനസികവും ധാർമ്മികവും ശാരീരികവുമായ ഗുണങ്ങൾ നൽകുകയും മറ്റൊരാളെ ദാരിദ്ര്യത്തിൽ തളയ്ക്കുകയും ദുരിതത്തിൽ മുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ മാനസികമായി പ്രതിഭാശാലിയും മറ്റൊരാൾ വിഡ്ഢിയുമാകുന്നത്, ഒരാൾ പുണ്യ സ്വഭാവങ്ങളോടും മറ്റൊരാൾ കുറ്റകൃത്യ പ്രവണതകളോടും കൂടി ജനിക്കുന്നത്, ചിലർ ഭാഷാപരമായോ കലാപരമായോ ഗണിതശാസ്ത്രപരമായോ സംഗീതപരമോ ആയിരിക്കുന്നത്, മറ്റുള്ളവർ ജന്മന അന്ധരോ ബധിരരോ വികലരോ ആയിരിക്കുന്നത്, ചിലർ അനുഗ്രഹിക്കപ്പെടുകയും മറ്റുള്ളവർ ജനനം മുതൽ ശപിക്കപ്പെടുകയും ചെയ്യുന്നത്, എത്രയൊക്കെ പ്രവർത്തിച്ചാലും എന്തൊക്കെ ചെയ്താലും ഉയർന്ന് വരാനാകാത്തത്, അതിന് ഒരു കാരണമുണ്ട്. ഈ ലോകത്ത് ഒരു വ്യക്തിക്കും കാരണങ്ങളില്ലാത്തതോ അർഹിക്കാത്തതോ ആയി ഒന്നും സംഭവിക്കുന്നില്ല. മനുഷ്യബുദ്ധിയിൽ ഇതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അടുത്തോ വിദൂരമോ ആയ ഒരു മുൻജന്മത്തിൽ ഇതിൻ്റെ കാരണം കണ്ടെത്താനാകും. ബുദ്ധമതമനുസരിച്ച് അസമത്വം മുൻകാല പ്രവർത്തനങ്ങളുടെയും വർത്തമാനകാല പ്രവൃത്തികളുടെയും ഫലമാണ്. സന്തോഷത്തിനും ദുരിതത്തിനും നാം തന്നെയാണെന്നേ ഉത്തരവാദികൾ. സ്വർഗവും നരകവും നമ്മൾ സൃഷ്ടിക്കുന്നു. സ്വന്തം വിധിയുടെ ശില്പികളാണ് നമ്മൾ. അതിന് ഒരു ഉദാഹരണമാണ് മഗധ രാജ്യാതിർത്തിയിലെ സാലവനത്തിൽ താൻ കൊന്നവരുടെ വിരൽമാല ധരിച്ച അങ്കുലിമാലൻ എന്ന ഭീകരനായ കള്ളൻ. ഒരിക്കൽ വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബുദ്ധനരികിലേക്ക് അയാൾ വാളുമായി ഓടി. എത്ര ഓടിയിട്ടും അരികിലെത്താൻ കഴിയാതിരുന്ന അങ്കുലിമാലൻ കോപത്തോടെ ബുദ്ധനോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിൽക്കുന്നു അങ്കുലിമാല, പാപം ചെയ്യുന്ന വഴിയിലേക്ക് ഞാൻ ചുവടുവെക്കുന്നില്ല, നിൽക്കേണ്ടത് നീയാണ്. ബുദ്ധൻ ശാന്തമായി പറഞ്ഞു. അയാൾ ചോദിച്ചു, നിങ്ങൾ ശാന്തനായി നിൽക്കുന്നു, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു,
എത്ര ഓടിയിട്ടും എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ബുദ്ധൻ പറഞ്ഞു, ദുഷ്കർമ്മം ഒരാളെ നിരന്തരം ഓടിക്കുന്നു. ജന്മാന്തരങ്ങളോളം അത് നമ്മുടെ പിന്നാലെ ഉണ്ടാകും. നിന്റെ ദുഷ്കർമ്മം നിന്നെ ജനിമൃതി ചക്രത്തിൽ വലിച്ചു ഓടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അതിനാൽ ഞാൻ ശാന്തനായി നിലകൊള്ളുന്നു. നീ നിർത്തേണ്ടത് നിന്റെ ദുഷ്കർമ്മമാണ്. ഈ വാക്കുകൾ അങ്കുലിമാലിനെ ബുദ്ധന്റെ ശിഷ്യനായ മഹാഭിക്ഷുവാക്കി മാറ്റി. നന്മയിലൂടെ സഞ്ചരിച്ചു പോയാൽ ആ ജീവനിൽ പുണ്യമുണ്ടാകണമെന്ന തിരിച്ചറിവാണ് ഗുരുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഭേദബുദ്ധിയില്ലാതെ കർമ്മങ്ങൾ ചെയ്ത് ജീവനിൽ പുണ്യം നേടണം. നമ്മുടെ ഗുരുവിൻ്റെ ജീവിതം ഇതിന് മകുടോദാഹരണമായിരുന്നു. ത്യാഗത്തിലൂടെ പുണ്യം നേടുക എന്നത് ഗുരു കുട്ടിക്കാലം മുതലേ സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി. എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ഗുരു അനുഷ്ഠിച്ചത്? അത് നമുക്കുള്ള സന്ദേശവും പാഠവുമാണ്. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആ സിദ്ധാന്തം ജൈനമതത്തിൻ്റെയും സവിശേഷതയാണ്. ഓരോരുത്തരും സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിയാണ്. പ്രവൃത്തികളാണ് ഫലങ്ങൾ ഉളവാക്കുന്നത്. ഇതാണ് കർമ്മങ്ങളുടെ ശാശ്വതവും സാർവത്രികവുമായ നിയമം. ജീവിതത്തിൻ്റെ ശാശ്വതമായ അർത്ഥമന്വേഷിക്കുന്ന മേഘകുമാരൻ എന്ന യുവരാജകുമാരൻ ജൈനമതത്തിൽ ആകൃഷ്ടനായി. രാജകീയ ജീവിതം ഉപേക്ഷിച്ച് സന്യാസദീക്ഷ സ്വീകരിച്ചു. ആദ്യം സുഖമായിരുന്നു. പിന്നെ ചിന്തകളും വികാരങ്ങളുമൊക്കെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. എനിക്കെന്തുകൊണ്ട് കോപം തോന്നുന്നു? ഞാൻ സന്യാസിയാണ്. എങ്കിലും മനസ്സ് ചാഞ്ചാട്ടം കാണിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം മഹാവീരനോട് ചോദിച്ചു. മഹാവീരൻ പറഞ്ഞു, മേഘകുമാര, നീ അനുഭവിക്കുന്ന കലുഷത ഇപ്പോൾ സൃഷ്ടിച്ചതല്ല. മുൻ ജന്മങ്ങളിൽ വിതച്ച കർമ്മത്തിൻ്റെ വിത്തുകളാണവ. അവ പാകമായപ്പോൾ അവരുടെ ഫലം അനുഭവിക്കാതെ തരമില്ല. മേഘകുമാരൻ്റെ മനസ്സ് പെയ്തൊഴിഞ്ഞ ആകാശം പോലെ ശാന്തതയിലേക്ക് നീങ്ങി. അനാവൃഷ്ടിയും ക്ഷാമവും രാജ്യത്ത് പിടിപെട്ട കാലം. മേഘകുമാരനും ഭക്ഷണക്കുറവിനാൽ ക്ഷീണിച്ച് തളർന്ന് അവസാന ശ്വാസമെടുത്തപ്പോൾ സഹസന്യാസികൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയൊരു വേദനയും ദുർഘട ജീവിതവും എങ്ങനെ നിങ്ങളെ തേടിയെത്തി? മുജ്ജന്മങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ച പാവപ്പെട്ടവനെ ഞാൻ പരിഹസിച്ചു, ദ്രോഹിച്ചു. ആ പാപകർമ്മങ്ങളുടെ ഫലമാണെന്നേ ഇത്. ഇങ്ങനെ അനുഭവിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇനി ആ പാപഫലം എന്നെ ബന്ധിക്കില്ല. അത് പറഞ്ഞ് മേഘകുമാരൻ സമാധിയായി. മഹാവീരൻ ശിഷ്യരോട് പറഞ്ഞു, കർമ്മം വിത്തുപോലെയാണ്. നല്ലതായാലും ചീത്തയായാലും യോഗ്യമായ സമയം വരുമ്പോൾ അത് മുളയ്ക്കും. സദ്ഗുരുവിൻ്റെ സാന്നിധ്യവും പുണ്യകർമ്മങ്ങളും ജ്ഞാനവും തപസ്സും കരുണയും ഉപയോഗിച്ച് മനുഷ്യന് കർമ്മദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ച് മോക്ഷത്തിലേക്ക് നീങ്ങാം. ചിന്ത, വാക്ക്, പ്രവൃത്തികൾ എല്ലാം കർമ്മത്തിൻ്റെ സൂക്ഷ്മ വസ്തുക്കളായി ആത്മാവിൽ പതിയുന്നു. ഇതിൻ്റെ ബാക്കി പത്രമാണ് ഓരോ ജനനവും. കർമ്മഗതികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ആത്മാവ് മോക്ഷപദത്തിലേക്ക് നീങ്ങുന്നു. ലോകത്തിലെ ഏത് പ്രവൃത്തിയും കർമ്മമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭ മാ തേ സംഗോ സ്വകർമ്മിണി. ഫലം കിട്ടിയില്ലല്ലോ എന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കരുത്. നിഷ്ക്രിയത്വം ഒരു പരിഹാരമല്ല. ഒരു മനുഷ്യന് കർമ്മം ചെയ്യാതിരുന്ന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മടിപിടിച്ച് കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ധർമാധിഷ്ഠിത കർമ്മഭാഗം ഉപേക്ഷിച്ചു തരുവാൻ കർമ്മധർമ്മങ്ങളെ കണ്ടറിയുന്ന ഗുരുവിന് മാത്രമേ കഴിയൂ. കർമ്മശുദ്ധി പഞ്ചശുദ്ധികളിൽ പ്രധാനമാണ്. അതിനായി മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഗുരുവിൻ്റെ ജീവിതമാണെന്നേ അതിന് മാതൃക. ശൂദ്രനെ മുന്നിൽ കൊണ്ടുവരുന്ന മഹാകർമ്മമാണ് ഗുരുമാർഗം. കാലങ്ങളായി കറപിടിച്ചു നിൽക്കുന്ന ധർമ്മസമ്പ്രദായത്തെ സന്യാസിയെന്നോ ഗൃഹസ്ഥാശ്രമിയെന്നോ വേർതിരിവില്ലാതെ അവരവരുടെ ശേഷിക്കനുസരിച്ച് കർമ്മം നൽകി പുനഃസ്ഥാപിക്കുന്ന നവോത്ഥാന മാർഗമാണ് ശാന്തിഗിരിയുടേത്. ആത്മീയതയിൽ മുന്നോട്ട് പോകാനാവാതെ പരാജയപ്പെട്ട ആചാര്യന്മാരുടെ ത്യാഗവും കണ്ണുനീരും തളം കെട്ടിക്കിടക്കുന്ന മണ്ണിലാണ് തൻ്റെ ത്യാഗ ജീവിതത്തിലൂടെ സകല കർമ്മവും പൂർത്തീകരിച്ച് കർമ്മമറ്റ് നിൽക്കുന്ന മഹിമയായി ഗുരു വന്നത്. കർമ്മത്തിന് അതിൻ്റേതായ ഫലമുണ്ട്, നല്ലതും ചീത്തയുമുണ്ട്. നല്ലതാണെന്ന് തോന്നൽ വന്നു ചേർന്നാൽ അത് പിന്നെ ചീത്തയിലേക്ക് ചെന്നു ചേരും. അത്തരം ചിന്തകളാണ് ഗുരുവിനോട് പറഞ്ഞ് തിരുത്തിയെടുക്കേണ്ടത്. ഗുരു ഇവിടെ ചെയ്യിപ്പിക്കുന്ന കർമ്മം ചിന്തയ്ക്ക് അതീതമാണ്, അദൃശ്യവുമാണ്. സന്യാസിമാരെ കൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക,
കുളിപ്പിക്കുക, എരുത്തിൽ ശുചീകരണം തുടങ്ങി ജീവനെ സ്ഫുടം ചെയ്യുന്ന കർമ്മമാർഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഗുരുവിൻ്റെ ത്യാഗത്തിൽ നിന്നും ഉളവാകുന്ന പുണ്യം സന്നിവേശിക്കപ്പെടുകയാണ്. ജീവൻ്റെ കർമ്മഗതികളിൽ നിന്ന് കരകയറ്റുകയാണ്. ജീവൻ്റെ ശുദ്ധീകരണത്തിന് ശരീരം ഒരു ഉപാധിയാണ്, ഉപകരണമാണ്. അത് നമ്മുടെ ബോധതലത്തിൽ ഉണ്ടാവുകയും നമ്മൾ നിക്ഷിപ്തമായ കർമ്മത്തെ തിരിച്ചറിയുവാനും ഗുരു കൽപ്പിക്കുന്നു. ഗുരു ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന രീതിയിൽ അത് ഏറ്റെടുക്കുവാനും നമുക്ക് കഴിയണം. ഈ കർമ്മമാണ് വ്യക്തിയുടെ ശുദ്ധീകരണം. ഗുരു ലോകത്തേക്ക് നൽകിയ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണെന്നേ നമ്മുടെ ജീവിത പദ്ധതി. ഇതിനെ പൂർത്തീകരിക്കാൻ ആവശ്യമായ കർമ്മങ്ങളാണ് ഓരോ വ്യക്തിയും നൽകുന്നത്. കർമ്മത്തിന് പ്രധാനമുള്ളൊരു ജീവിത മാർഗമാണ് ഗുരു വിഭാവനം ചെയ്തത്. ഭാവന ചെയ്തിരുന്നതോ മാതൃക സ്വീകരിച്ചതോ ആയ കർമ്മം ഇതിലില്ല. ഓരോ നിമിഷവും മാറ്റി മാറ്റി പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായ ധർമ്മഗതി മാത്രമേ ഉള്ളൂ. ജീവൻ്റെ ശുദ്ധീകരണത്തിനും നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുന്നതിനും വേണ്ടിയാണ് ഗുരു കർമ്മത്തെ വിഭാവന ചെയ്തത്. കർമ്മം എത്ര ചെയ്താലും മതിവരാത്ത മനസ്സുണ്ടാകണം. ആ മനസ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു വ്യക്തിയുടെ കർമ്മഭാവങ്ങളും പാതയും ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുമ്പോൾ ജീവിതയാത്രയിൽ അനുകൂലമായ രീതിയിൽ അത് പ്രവർത്തിക്കും. ഗുരു നൽകുന്നത് ജീവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കർമ്മമാർഗമാണ്. അതിനെ മനുഷ്യബുദ്ധിക്ക് വിലയിരുത്തുവാനും വിശകലനം ചെയ്യുവാനും സാധിക്കുന്നതല്ല. ഒരുവൻ്റെ സ്വഭാവത്തെയും ജീവിതധർമ്മവും അനുസരിച്ചുള്ള വഴിയാണ് ഗുരു കാണിച്ചു തരുന്നത്. അത് വ്യക്തിയുടെ അന്തർധർമ്മവുമായി ചേർന്നിരിക്കുന്നു. ഓരോ സമയത്തിനും കാലത്തിനുമുള്ളിൽ ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് പലപ്പോഴായി ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മശേഷിക്ക് അനുയോജ്യമായ വിധം ധർമ്മമാർഗമാണ് ഗുരു തരുന്നത്. സകല കർമ്മങ്ങളുടെയും സാക്ഷിയായി ഗുരു വർത്തിക്കുന്നു. ഗുരുവെ പ്രാർത്ഥിച്ച് കർമ്മം ചെയ്യുന്നതിലൂടെ കർമ്മത്തിൻ്റെ ശുദ്ധീകരണ ഭാവത്തിലേക്ക് നാം ഒക്കെ മാറ്റപ്പെടുന്നു. ഗുരു നിർദ്ദേശിക്കുന്ന കർമ്മരംഗങ്ങളിലൂടെ പഞ്ചകോശങ്ങളെയും ശുദ്ധീകരിച്ച് ആത്മാവിൻ്റെ മോചനത്തിന് വഴി തുറക്കുന്നു. ഇക്ഷ്വാകു വംശത്തിലെ ഭഗീരഥൻ്റെ ആയിരക്കണക്കിന് പൂർവികർ മഹർഷിയായ കപിലൻ നടത്തിയ തപസ്സിൻ്റെ ശക്തിയാൽ ചാരമായിപ്പോയി. അവരുടെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കാതെ അലയുന്നത് ഭഗീരഥനെ ദുഃഖിതനാക്കി. തൻ്റെ പൂർവികർക്ക് മോക്ഷം നൽകുവാൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഇറക്കി ആ ശുദ്ധജലം കൊണ്ടവരെ സ്പർശിക്കുകയാണ് വഴിയെന്ന് ഭഗീരഥൻ മഹർഷിമാരിൽ നിന്ന് മനസ്സിലാക്കി. തൻ്റെ ജീവിതം മുഴുവനും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് സമർപ്പിച്ചു. ഇത്രയും വലിയ കർമ്മം ചെയ്യാനുള്ള ആത്മപുണ്യം ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നുവെന്ന സത്യം ഭഗീരഥൻ മനസ്സിലാക്കി. ആശ്രമകർമ്മങ്ങളിലൂടെയും തപസ്സിലൂടെയും ആത്മപുണ്യമാർജിച്ച ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നാം ചെയ്യുന്ന കർമ്മങ്ങൾ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, കുടുംബത്തിനും പിതൃക്കൾക്കും നന്മയായി ഭവിക്കുന്നു. ഗുരു നിർദ്ദേശാനുസരണം അർപ്പണത്തോടെ കർമ്മം ചെയ്ത് സമർപ്പണമായി എടുത്താൽ കർമ്മത്തിലൂടെ പുണ്യവും പുണ്യത്തിലൂടെ ഭാഗ്യവും ഭാഗ്യത്തിൽ കൂടി സകല ഐശ്വര്യവും വന്ന് ജീവനിൽ പ്രകാശവും ഒപ്പം ജീവന് പരിണാമം സംഭവിക്കുന്നുവെന്ന് ഗുരുഗീതയിൽ പറയുന്നുണ്ട്. അനേക ജന്മ സംപ്രാപ്ത കർമ്മധർമ്മ വിദാഹിനെ ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അനേക ജന്മങ്ങളായി ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾ ഗുരുവിൻ്റെ ജ്ഞാനാഗ്നി കൊണ്ട് കത്തിച്ചു കളയണം. ഗുരു നമ്മളോട് ഇങ്ങനെ അരുളി: ജീവനിലുള്ള പുണ്യക്കുറവ് ശരീരമെന്ന കർമ്മത്തിൽ പലവിധ വ്യാധികളായിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് നിവാരണം ചെയ്യേണ്ടത് പുണ്യാംശത്തിൽ വന്ന കുറവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് കണ്ടറിഞ്ഞാകണം. അത് പുസ്തകജ്ഞാനത്തിലൂടെ സാധ്യമാകുന്നതല്ല. പുസ്തകജ്ഞാനം ഉതകാത്ത രംഗത്ത് കർമ്മത്തിലൂടെ ദോഷവശം മാറ്റി പുണ്യം തേടിക്കുന്ന കർമ്മ ധർമ്മഗതിയാണ്. ദേവസങ്കല്പവും ഗുരുസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം അതിഗഹനമായ വിഷയമാണ്. ഒരുപാട് ഉൾക്കാഴ്ചകൾ നമുക്ക് പകർന്നു നൽകുന്ന അതീവ ധന്യമായ ആത്മീയ ഇതിഹാസമാണ് ഇത്. കേൾക്കുവാനും പറയുവാനുമൊക്കെ സാധിക്കുന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. വീണ്ടും കാണാം. സദ്ഗുരുവേ ശരണം.